പാഠം 903. സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഭാരതം ഇന്ന് 70ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വൻപിച്ച ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. അതെ, ഇന്നെന്താ പരിപാടി? അല്ല, ഇന്ന് അവധിയല്ലേ? നമുക്കൊന്ന് പുറത്തു പോവാം. മനസ്സിലായില്ല. നമുക്കൊന്ന് പുറത്തു പോവാന്ന്. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് പോവാം. സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ കുടിച്ച് നമുക്ക് തിരിച്ചു പോരാം. അത്താഴം കൂടെ കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ? മതിയായിരുന്നു. പക്ഷെ മോനേട്ടൻ അത് സമ്മതിക്കൂലല്ലോ. ഇതിനു മുൻപ് നീ പറഞ്ഞ ഒന്നും ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ഭാമേ, ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനം സിനിമ കണ്ടും ഭക്ഷണം കഴിച്ചും ആഘോഷിക്കാനുള്ളതല്ല. 100 വർഷത്തെ കഷ്ടപ്പാടുകൾക്കും സമരത്തിനും ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ നീ പറഞ്ഞ പോലെ സിനിമയും കണ്ടു നടന്നിരുന്നെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നോ? അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം. ഇപ്പൊ കാലം അതല്ലല്ലോ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞല്ലേ, പിന്നെന്താ? അങ്ങനെ പറയരുത്. സ്വാതന്ത്ര്യം കിട്ടിയെന്നോർത്ത് സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതാക്കളെയും നമ്മൾ മറക്കരുത്. ഇന്നൊരു ദിവസമെങ്കിലും ആ മഹാന്മാരെ മനസ്സിലോർത്ത് അവരെ ആദരിച്ചില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റായിരിക്കും. മോഹനേട്ടന്റെ പ്രശ്നം സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി ഒന്നും അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും സിനിമ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാശ് ചെലവാകും. കാശ് അതിന് മനസ്സിലാത്തോണ്ട് പറഞ്ഞുണ്ടാക്കുന്ന ഓരോരോ ന്യായങ്ങള്. എന്റെ ഈശ്വര, ഈ അറുപിശുക്കന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്തോ. നിനക്ക് എന്ത് സ്വാതന്ത്ര്യം വേണമെന്നാണ് നീ പറഞ്ഞത്? പറഞ്ഞെന്താന്ന് മോനിട്ടർ മനസ്സിലായിരുന്നുണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞുതരാം. അവധി ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുമായി പുറത്തു പോവുകയും സിനിമ കാണുന്നതും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം നമ്മുടെ നാട്ടിലെ മനുഷ്യർ കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ഒരു ഏർപ്പാടാണ് എന്ന്. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ചുറ്റുപാടുമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിലൊന്നും എന്റെ ഭർത്താവായ മോഹനകൃഷ്ണ സാറിന് താല്പര്യമേ ഇല്ല. ഭാര്യയുടെ ഒരാഗ്രഹവും സാധിച്ചു കൊടുക്കാത്ത മോഹനേട്ടനെ പോലൊരു ഭർത്താവിനെക്കാട്ടിലും ഭേദം ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. നിന്നെ പോലുള്ളവർ ഇത് പറയും. ഭാമേ, മഹാന്മാരായ നേതാക്കൾ ജീവൻ പണയം വെച്ചും സ്വന്തമായിട്ടുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെടുത്തിയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അത് ഞാൻ സമ്മതിക്കുന്നു മോനേട്ടാ. അവരെന്തിനായിരുന്നു കഷ്ടപ്പെട്ടത്? നമുക്ക് സുഖമായും സന്തോഷവുമായി സ്വാതന്ത്ര്യത്തിലും കഴിയാൻ. കല്യാണം കഴിയുന്നവരെ ഞാൻ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച ആളാണ്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയോ, ഇനിയിപ്പോ ഞാനൊരു ഭയങ്കര സ്വാതന്ത്ര്യ സമരം നടത്തിയാൽ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടൂ. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ്. ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇത് തന്നെയാണ് പണ്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞതും. മോഹനേട്ടാ, ഞാൻ പറഞ്ഞ ആഗ്രഹം അമിതാഗ്രഹമൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുപോലും സാധിച്ചു തരാൻ മോഹനേട്ടൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടം തന്നെയല്ലേ? എന്താ? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ സിനിമയും കണ്ട് തെക്ക് വടക്ക് നടന്നാൽ മറ്റുള്ളവരും നമ്മളും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? നീ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അതാണല്ലോ എന്റെ പ്രശ്നവും. എങ്ങനെയാണാവോ അന്ന് ഇങ്ങനൊരു അബദ്ധം പറ്റിയത്? ആരും വിളിക്കുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥകൾ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്താട്ടെ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. എന്റെ ഈശ്വര. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, ഞാൻ ബലരാമനാ, ഹയർ സെക്കൻഡറി സ്കൂളിലെ. ബലരാം സാറോ? എന്താ സാർ രാവിലെ? എനിക്ക് തന്നെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ സാർ, അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം.
ഏയ് അതൊന്നുമല്ല, ഇത് എന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നതല്ലേടോ അതിന്റെ ഒരു ശരി. താനവിടെ ഉണ്ടാവൂലോ അല്ലേ? ഇന്ന് അവധിയല്ലേ സാർ? മുഴുവൻ നേരവും ഞാൻ ഇവിടെ തന്നെ കാണും. സാർ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ വരാം. ആ ശരി സാർ. ഭാമേ, ഇവിടെ നിൽക്കൂ. വിളിച്ചതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. ഇതാരാണെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും. ഭീകരന്മാരാരല്ലോ ആണോ മോനട്ടാ? അല്ല, ആ എന്നാ കുഴപ്പമില്ല. നീ ബലരാമൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശ്രീകൃഷ്ണന്റെ ചേട്ടൻ ബലരാമനല്ലേ? അയ്യോ, പുള്ളി ഇപ്പൊ ഇവിടുത്തെ ഫോൺ വിളിച്ചത്? വലിയൊരു കാര്യം പറയാൻ വരുമ്പോ വളരെ നിലവാരം കുറഞ്ഞ് തമാശ പറയുന്ന നിന്റെ ഈ ശീലം വളരെ മോശമാണ്. എന്നെ വിളിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകൻ ബലരാമൻ സാറാണ്. അതെ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിസ്റ്ററി സാറ് വിളിച്ചതിന്റെ പേരിലാണോ മോഹനട്ട് എന്നെ അടുക്കളന്ന് വിളിച്ചു വരുത്തിയത്? ഈ പറയുന്ന ബലരാമൻ സാർ അങ്ങനെ ഒരു ചെറിയ ആളല്ല. ഈ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അതിനുമപ്പുറം അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. അതുകൊണ്ട് എന്താണെന്നോ, നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ എന്നെ കാണാൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? മോഹനട്ടൻ നീ എന്തെല്ലാം പറഞ്ഞാലും അതേ ഒരു സ്കൂൾ അധ്യാപകൻ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ 5 ലക്ഷം സ്കൂൾ അധ്യാപകരെങ്കിലും ഉണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ ബലരാമൻ സാറ്. ബലരാമൻ സാർ അങ്ങനെ ഒരു സാധാ അധ്യാപകനല്ല. ചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യം നിനക്കറിയാമോ? ലോക ചരിത്രത്തെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. എന്തെങ്കിലും അറിയാവുന്നവർക്കല്ലേ സംശയം ഉണ്ടാവും. നിനക്കാകെ അറിയാവുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം മാത്രമാണ്. ഒരാളെ തൂക്കിക്കൊല്ലണോ ജീവപര്യന്തം ശിക്ഷിക്കണോ എന്നുള്ള സംശയം മാത്രമേ നിങ്ങൾ വക്കീലന്മാർക്കുണ്ടാവൂ. ബലരാമൻ സാർ അങ്ങനെയല്ല. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയും. ഇത്രയും അറിവുള്ള ആളാണെന്ന ഒരു അഹങ്കാരവും അദ്ദേഹത്തിനില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞെന്തെന്നറിയാമോ? ബലരാമൻ സാർ എന്താ ഈ വഴിക്ക്? വായനശാല വരെ ഒന്ന് പോണം. അപ്പോഴത്തേക്ക് മോഹനകൃഷ്ണ വരാറുണ്ടെന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞായിരുന്നു. സാറിനെ പോലെ ഒരാൾ വായനശാലയിൽ പോയി എന്ത് വായിക്കാനാ? ലോക ചരിത്രം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചിരിക്കല്ലേ സാർ? അങ്ങനെ പറയരുത്. നമ്മൾ ഒരിക്കലും പഠിച്ചു തീരുന്നില്ല. ഓരോ വായനയിലും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂറെങ്കിലും വായിക്കാറുണ്ട്. ചുമ്മാതല്ല സാർ ഒരു ഗാന്ധിയനായത്. ഇത്രമാത്രം വായിക്കുന്ന ഒരാൾ ഒരു ഗാന്ധിയനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോഹനകൃഷ്ണൻ മോശമല്ലല്ലോ. എന്റെ അറിവിൽ മോഹനകൃഷ്ണ പോലെ സ്വഭാവശുദ്ധിയും ലോക വിവരവുമുള്ള വേറൊരാൾ റവന്യൂ വകുപ്പിൽ തന്നെ ഇല്ല. ഒരു നല്ല ഗാന്ധിയൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞ 2 ഗാന്ധിയന്മാർ വഴിയിൽ വെച്ച് കണ്ടു. ഒരാൾ കുറെ നേരം മറ്റേ ആളെ പുകഴ്ത്തി, അത് കഴിയുമ്പോ തിരിച്ചും. ഇതല്ലായിരുന്നോ സംഭവം? ഇതിലൊക്കെ വല്ല കാര്യമുള്ളതാണോ? കഷ്ടം തന്നെ. വിവരമില്ലാത്തവർ വിവരമുള്ളവരെ ആക്ഷേപിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. ലോകകാര്യങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ഞാനും ഒരു ലോക വിവരമില്ലാത്ത നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബലരാമൻ സാറിനെ പോലൊരാൾ മഹാനാണ് എന്ന് ഞാൻ പറഞ്ഞു. നിന്നോട് ചോദിച്ചാൽ നീ പറയുന്നത് ഏതെങ്കിലും പോക്കറ്റ് എടുക്കാരന്റെയോ കള്ളതൊട്ടിക്കാരന്റെയോ ഒക്കെ പേരായിരിക്കും. കാരണം നിനക്ക് അത്രക്കാരൊക്കെയാണല്ലോ ഫീസ് തരുന്നത്. ഈ ബലരാമ സാർ വരുന്നതിന്റെ പേരിൽ മോഹനേട്ടൻ ഈ കാണിച്ചു കൂട്ടുന്ന വേഷകെട്ടലൊക്കെ വെറുതെ ആണെന്നുള്ള കാര്യം എനിക്കറിയാലോ. ഉച്ച കഴിഞ്ഞ് പുറത്തു പോയാലോ എന്ന് ഞാൻ ചോദിച്ചു പോയില്ലേ? അതിനെപ്പറ്റി ഇനി ഞാൻ സംസാരിക്കാതിരിക്കാനായി മോഹനേട്ടൻ ഇങ്ങനെ ഓരോരോ അടവുകൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇതല്ലേ സത്യം? അതും ഇതും തമ്മിൽ ഒരു ബന്ധവും. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ടും തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ തീരുമാനിച്ച ആളാണ് നീ. ഞാനോ
മഹത്തായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാണ്ഡിത്യമുള്ള ബലരാമൻ സാർ എന്നെ കാണാൻ ഇന്ന് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ, അത് മോഹനേട്ടൻ അറിഞ്ഞൂടാ? ഇന്ന് അവധി ആയതുകൊണ്ട്. അവധിയാണ് സമ്മതിച്ചു. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ബലരാമൻ സാറിനെ പോലൊരു ഗാന്ധിയൻ ഇവിടെ കയറി വരുന്നത് ഒരു ഭാഗ്യമല്ലേ? നിനക്ക് ഇന്ത്യ ചരിത്രത്തെ പറ്റിയോ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയോ എന്തെങ്കിലും അറിയാമോ? ആവശ്യമുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എങ്കിൽ പറയൂ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്? ആ സമരത്തിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയാണ്? ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? ബംഗാളിനെ തിരികെ ചേർത്തതെന്നാണ്? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരികെ വന്നത് എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏതു വർഷമായിരുന്നു? മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏതു വർഷമായിരുന്നു? ഒന്നും അറിയില്ല. എന്തുകൊണ്ട് അറിയാത്തത്? ബലരാമൻ സാറിനെ പോലുള്ള പണ്ഡിതന്മാരെ നിനക്ക് പരിചയമില്ല, വിവരമുള്ള സുഹൃത്തുക്കളുമില്ല. വളരെയധികം അറിവുള്ള ഒരു ഭർത്താവ് നിനക്കുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഒന്നും പഠിക്കാൻ നീ തയ്യാറുമല്ല. സാറേ, ഉത്തമൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉത്തമനോട് ഇന്ന് ചോദിക്കൂ. ഉത്തമൻ എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് മറുപടി പറയും. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറേ, കേശവൻകുട്ടി ചേട്ടന്റെ സ്ഥലം അളന്നു കൊടുക്കാന്ന് സാർ നേരത്തെ പറഞ്ഞിരുന്നേ. സാറ് തന്നെ അളന്നാലേ ശരിയാവൂ എന്നാണ് കേശവൻകുട്ടി ചേട്ടൻ പറയുന്നത്. ഇന്ന് അവധി ആയിരുന്നുകൊണ്ട് സാറിന് സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഉത്തമൻ എന്ത് അക്രമമാണ് ഈ പറയുന്നത്? ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണെന്നുള്ള കാര്യം ഉത്തമൻ അറിയാലോ? അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ അവധി ദിവസമാണല്ലോ എന്ന് പറഞ്ഞത്. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഉത്തമ? എന്ത്? വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചരിത്രങ്ങൾ വായിക്കുക, അല്ലാതെ ഈ നാട്ടുകാരുടെ ഭൂമി അളക്കാൻ പോവല്ല ചെയ്യേണ്ടത്. ഉത്തമ, കുറച്ചു കഴിയുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബലരാമൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സാറിനെ പോലൊരാൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമല്ലേ? അല്ലാതെ ബലരാമ സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു വലിയ സ്വാതന്ത്ര്യ സമര ചർച്ചയായിരിക്കും. അതിനിടയിൽ ഈ കേശവൻകുട്ടി ചേട്ടന്റെ ഭൂമി അളക്കാനൊന്നും എന്റെ മോനോட സമയം കിട്ടില്ല. ചരിത്രബോധമില്ലാത്ത വിഡ്ഢികൾ ഇങ്ങനെ പലതും പറയും. ഉത്തമ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ഇവൾക്ക് ഒരു ചുക്കും അറിയില്ല. ഉത്തമൻ, ചൗരി ചൗര സംഭവം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് സാറേ? ചൗരി ചൗര ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. 1922 ഈ പറഞ്ഞ സ്ഥലത്ത് സമാധാനപരമായ സമരം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാരുടെ നേരെ പ്രകോപനമില്ലാതെ പോലീസ് നടപടിയെടുത്തു. തീർത്തും സമാധാനപരമായി നടന്നിരുന്ന സമരം അതോടെ വഷളാവുകയും സമരക്കാർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസുകാരെ അതിനകത്ത് പൂട്ടിയിട്ട് തീയിടുകയും ചെയ്തു. 22 പോലീസുകാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അഹിംസയിൽ ഊന്നിയുള്ള സമരം അക്രമാസക്തമായതിൽ ഗാന്ധിജിക്ക് വലിയ സങ്കടമായിരുന്നു. അല്ല സാറേ, ഈ ചൗവരിയുടെ ചൗരിയല്ല, ചൗരി ചൗര. അത് തന്നെ. അതിപ്പോ ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എത്ര സമാധാനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും ചിലപ്പോ അക്രമാസക്തമായി പോയേക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു. ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ വളരെ സമാധാനപരമായിട്ടാണ് ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ എന്നെ പ്രകോപിപ്പിക്കാനാണ് ചിലരുടെ പരിപാടിയെങ്കിൽ ഇവിടെ മറ്റൊരു ചൗരി ചൗര സംഭവിച്ചിരിക്കും. കേശവൻകുട്ടി ചേട്ടന്റെ സ്ഥലം അളക്കാൻ നാളെയോ മറ്റന്നാളോ വരാമെന്ന് പറഞ്ഞാൽ മതി. മാറി നിൽക്കോ. സത്യത്തിൽ സാറിനെ സമ്മതിക്കണം കേട്ടോ. ഇന്നലെ നടന്ന കാര്യം തന്നെ നമ്മൾ മറന്നുപോണ്. 1922 നടന്ന കാര്യങ്ങളല്ലേ സാറ് മണി പോലെ പറയുന്നത്. ഇപ്പൊ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം വിളമ്പി എന്തിനാന്ന് ഉത്തമൻ അറിയാമോ? ഇല്ല. പറഞ്ഞുതരാം. അവധിയല്ലേ, അതുകൊണ്ട് ഇന്നൊരു ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ഉച്ച കഴിഞ്ഞ് ഇന്ന് സിനിമയ്ക്ക് പോകാന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുപോയി. കയ്യിലിരിക്കുന്ന കാശ് ചെലവാകുന്ന കാര്യമല്ലേ, അതൊഴിവാക്കാനായി വില്ലേജ് ഓഫീസർ എന്തും പറയും, എന്തും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം വിളമ്പൽ. മോഹനേട്ടന്റെ ഭാഗ്യത്തിന് പറ്റൊരു കൂട്ടുകാരനും വരുന്നു, ബലരാമൻ സാർ. സാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യ സമര ചർച്ചയായിരിക്കും നടക്കാൻ പോന്നേ. സമരം നടത്തിയ ഗാന്ധി നെഹ്റു പോലും ഇത്രയും ചർച്ച നടത്തിയിട്ടുണ്ടാവില്ല ഉത്തമ.
അപ്പൊ ആ ചർച്ച മുറയ്ക്ക് നടക്കട്ടെ. ഞാൻ ഇറങ്ങുന്നു വക്കീലേ. സുകുമാരൻ സാറും ഭാര്യയും കൂടി അവധി ആയതുകൊണ്ട് പുറത്തേക്ക് പോകുമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പോകുന്നതിന് മുമ്പ് അവരെ എനിക്കൊന്ന് കാണണം. ശരി എന്നാ വക്കീലേ. കണ്ടോ, അവരും പുറത്തു പോണു. മോഹനേട്ടന് സുകുമാരൻ സാറിനെ അറിയാലോ? ഏത് സുകുമാരൻ സാർ? സപ്ലൈ ഓഫീസിലെ സുകുമാരൻ സാർ. മോഹനേട്ടനെ പോലെ തന്നെ സുകുമാരൻ സാറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അവധി ആയതുകൊണ്ട് സുകുമാരൻ സാറും കുടുംബം പുറത്തെവിടെയോ പോകുന്നു എന്ന്. മനുഷ്യന്മാർ അങ്ങനെയൊക്കെയാന്ന് ഞാൻ പറയായിരുന്നു. സുകുമാരൻ സാർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒരു ഗാന്ധിയനാണ്. ഗാന്ധിയന്മാർക്ക് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. ഗാന്ധിയന്മാർ സിനിമ കാണാൻ പാടില്ല എന്ന് വല്ലതുണ്ടോ? റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന പേരിൽ ഒരു സിനിമ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, സ്വാതന്ത്ര്യ സമര ചരിത്രം അറിയില്ല എങ്കിലും നിനക്ക് സിനിമയുടെ ചരിത്രമൊക്കെ അറിയാം. ആവശ്യത്തിനുള്ള ഇന്ത്യ ചരിത്രമൊക്കെ എനിക്കും അറിയാം. മോഹനേട്ടൻ ആദ്യം എന്നോട് എന്താ ചോദിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു, അന്നത്തെ നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്നല്ലേ? അതെ. സമരം തുടങ്ങിയത് 1857. നേതാക്കൾ ബഹദൂർ ഷാ സഫർ, ഝാൻസി റാണി, താന്തിയ തോപ്പി. ബംഗാൾ വിഭജനം നടന്നത് 1903. തിരികെ ചേർത്തത് 1911. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്നത് 1914. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 1921. മതിയാ, ഇനി പറയൂ, നമുക്ക് ഉച്ചയ്ക്ക് ഒരു സിനിമയ്ക്ക് പോവാം. അല്ല, നമുക്ക് ഉച്ചയ്ക്ക് ഒരു സിനിമയ്ക്ക് പോവാന്ന്. ബലരാമൻ സാർ എത്തിക്കഴിഞ്ഞു. ഞാനും സാറും തമ്മിൽ കുറച്ച് ഇന്ത്യ ചരിത്രം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനിടയിൽ പുറത്തുനിന്ന് ഭക്ഷണം സിനിമയ്ക്ക് പോകണമെന്ന് കാണാൻ പറഞ്ഞ് വന്നാൽ എന്റെ സ്വഭാവം മാറും. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കൂടുതൽ പ്രകോപനമുണ്ടായാൽ ഞാൻ അഹിംസ കൈവിട്ടെന്നിരിക്കും. ബലരാമൻ സാർ, നമസ്കാരം മോഹനകൃഷ്ണ. നമസ്കാരം സാർ. ഞാൻ രാവിലെ തന്നെ ശല്യപ്പെടുത്തിയേ. സാറിനെ പോലെ ഒരാൾ വീട്ടിൽ വരുന്നത് എങ്ങനെയാണ് ശല്യമാകുന്നത്? ഒരുപാട് സന്തോഷമുള്ള കാര്യമില്ല സാർ. വരണം, അകത്തേക്ക് ഇരിക്കാം. അതിനൊന്നുള്ള സമയമില്ല. ഇന്നത്തെ ദിവസം ഞാൻ ആകെ തിരക്കില്ല. 9 മണിക്ക് സ്കൂളിൽ പതാക ഉയർത്തണം. മണി 8:45. നമസ്കാരം സാർ. സത്യഭാമ. അതെ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. വക്കീലല്ലേ? അതെ സാർ. ഗാന്ധിജിയൻ വക്കീലായിരുന്നു. അതുകൊണ്ടാ മോഹനകൃഷ്ണൻ വക്കീലിനെ തന്നെ ഭാര്യയായി കിട്ടിയത്. അങ്ങനെയൊന്നല്ല സാർ. ഞാൻ വന്നത് സ്കൂളിൽ പുതിയ കെട്ടിടം പണിയുന്നതിന്റെ കാര്യം പറയാനാ. ഇപ്പോഴുള്ള കെട്ടിടത്തിന്റെ പിൻഭാഗത്തായി കുറച്ച് സ്ഥലമുണ്ട്. പക്ഷേ അതിന്റെ അതിര് തിരിച്ച് മതിലൊന്നും കെട്ടിയിട്ടില്ല. മോഹനകൃഷ്ണൻ വന്ന് അതിലൊന്ന് തിരിച്ച് അടയാളപ്പെടുത്തി തരണം. ആ സ്ഥലത്തിന്റെ ഒരു സ്കെച്ചും വേണം. അതിനെന്താ സാർ, സ്കൂളിന്റെ ആവശ്യമല്ലേ? ഇന്ന് തന്നെ വരാം. ഇന്ന് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കാ. 9 മണിക്ക് പതാക ഉയർത്തലും പ്രസംഗവും സ്കൂളിൽ. 11 മണിക്ക് വായനശാലയിൽ ഒരു ചർച്ചയുണ്ട്. ദേശീയ പ്രസ്ഥാനവും ഗാന്ധിജിയും എന്ന വിഷയത്തെക്കുറിച്ച്. ആ സമയമുണ്ടെങ്കിൽ മോഹനകൃഷ്ണൻ വന്നോളൂ. ഞാൻ വരാം സാർ. ചർച്ച കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോവുകയും ചെയ്യാം. അയ്യോ, അത് നടക്കില്ല. ഇന്നത്തെ ദിവസം ഭാര്യയും കൊണ്ട് പുറത്തു പോകാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അവൾക്ക് പ്രിയപ്പെട്ട ഏതോ ഹോട്ടലുണ്ട്. ഉച്ചഭക്ഷണം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഒരു സിനിമയ്ക്കും പോണം. ഏതാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ വീട്ടുകാരുടെ തീരുമാനമാണ്. അവിടെ സിനിമയുടെ പേര് പറയും, ഞാൻ കൂടെ ചെല്ലും. സിനിമ കഴിഞ്ഞിറങ്ങിയ പിന്നെ അവരുടെ കൂടെ കടകളായ കടകളൊക്കെ കയറി ഇറങ്ങണം. അത്താഴവും പുറത്തുനിന്ന് കഴിച്ചിട്ട് വീട്ടിൽ തിരിച്ചെത്തും. റൂമെടുത്ത് താമസിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ആ
ഭാര്യയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഭർത്താവാ? ഏ? അതുമാത്രമല്ല, വല്ലപ്പോഴും അവധി കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ നടക്കൂ. അപ്പോ ഈ ആഴ്ച സൗകര്യം പോലെ തന്നെ ഞാൻ മോഹനകൃഷ്ണനെ വിളിക്കാം. അതുപോലെ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് അവധി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് കാണുമല്ലോ. അതെ. പിന്നെ ഞങ്ങള് പ്ലാൻ ചെയ്ത് ഏതാണ്ടൊന്ന് തീരുമാനമായി വരികയായിരുന്നു. ഇനി താമസമില്ല, ഉടനെ തന്നെ തീരുമാനമാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഓ, ശരി സാർ. നാട്ടിലെ ഏറ്റവും പേരെടുത്ത നാട്ടുകാരെ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ഗാന്ധിയെ പറഞ്ഞ മോഹനേട്ടൻ കേട്ടല്ലോ. ഗാന്ധിയനായി പോയത് കൊണ്ട് ഭാര്യ പറയുന്നൊന്നും കേൾക്കരുതെന്നോ സിനിമ കാണരുത് എന്നോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ എന്നോ ഇല്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. പറയൂ, എപ്പോഴാണ് നമ്മൾ പോകുന്നത്? അപ്പോ നീയല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ ഹോട്ടലും സിനിമയൊന്നും അറിയില്ല. നീ തീരുമാനിച്ചോ? എല്ലാവരും എന്ത് ചെയ്യാനാ? താങ്ക് യു. കാശ് ചെലവാക്കാനുള്ള മടി കൊണ്ടാണ് വില്ലേജ് ഓഫീസർ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു സൈദ്ധാന്തിക ഭാവം നൽകിയതെന്ന് പ്രേക്ഷകരെ പോലെ സത്യഭാമയ്ക്കും അറിയാം. ബലരാമൻ സാറിന്റെ വരവ് മോഹനകൃഷ്ണന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞതുകൊണ്ട് ഇത്തവണ സത്യഭാമയുടെ ഉദ്ദേശങ്ങൾ നടന്നേക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.